ശരണ്യ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരണ്യ, കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി പെയ്യുന്നുവെന്നാണ് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത്. മലയോര മേഖലകളിൽ മഴ തുടരുന്നുണ്ട്. പുഴകളിൽ മെല്ലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അവിടെ സ്വീകരിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്താണ്? ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ട പശ്ചാത്തലമുണ്ടോ? തീർച്ചയായും മനു, കോഴിക്കോട് ജില്ലയിൽ ഇന്നും റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസ, ട്യൂഷൻ സെൻ്ററുകൾ അവയ്ക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ താമസിക്കുന്നവർ, അതുപോലെ തന്നെ പുഴയുടെ അരികത്ത് താമസിക്കുന്നവർ, അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ, അത്തരം ആൾക്കാർ കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇന്നലെ നടന്ന യോഗവുമായി സംബന്ധിച്ച് നമുക്ക് കിട്ടിയ വിവരം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ വടകര വിലങ്ങാട് പഞ്ചായത്തിലെ അവിടെ നിന്നും ഇന്നലെ തന്നെ ചില കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വീണ്ടും കുറച്ച് പേരെ കൂടി മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്, ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ 19 കുടുംബങ്ങൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളവരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കൂടുതൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മഴയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം 4 മരണങ്ങളാണ് നടന്നത്. ഇന്നലെ മാത്രം 3 മരണങ്ങൾ നടന്നു. ഇന്നലെ ഈ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് തെങ്ങ് പൊരിഞ്ഞു വീണ് വഴിയാത്രക്കാരൻ്റെ ബൈക്കിലേക്ക് പൊരിഞ്ഞു വീണ് യാത്രക്കാരൻ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുട്ടികൾ ഇന്നലെ പുഴയിൽ പോയ സമയത്ത് ഷോക്കേറ്റ് മരിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 മരണങ്ങളാണ് മഴയുമായി സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇരവഴിഞ്ഞി പുഴയുടെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് പുഴകളിലെ ജലനിരപ്പും ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അരികിൽ കഴിയുന്നവർ കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ തന്നെ നോക്കുമ്പോൾ തന്നെ കനത്ത മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിലവിലും അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മനു, ശരി, ഏതായാലും കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുവെന്നാണ് ഇപ്പോൾ ശരണ്യ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മഴ എല്ലായിടത്തും ഇതുപോലെ പെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സൂക്ഷിക്കണേ. ആ രീതിക്കനുസരിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഏറ്റവും സൂക്ഷിക്കുക, നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഴക്കാലത്തെ അതിജീവിക്കാം.